നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മി എന്ന എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു പ്രശ്നമാണെങ്കിലും അത് സോൾവ് ചെയ്യുന്നതിന് സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു വഴിപാട് കൂടിയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ് വേണ്ടത്. ഇന്ന് ചെയ്ത് നാളെ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് വന്ന ഒരു മെസ്സേജാണ്. ഈ 2-3 ദിവസം കൊണ്ട് സ്വർണം പണയം എടുക്കുന്നതിന് വേണ്ടി ക്യാഷ് റെഡിയാകാൻ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞിട്ട്. ഈശ്വര വഴിപാടെന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ നിത്യവും ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കും. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഗ്രഹദോഷങ്ങളായിരിക്കാം, നമ്മുടെ ജാതക ദോഷം, അല്ലെങ്കിൽ കർമ്മദോഷമായിരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നാമജപത്തിലൂടെയും ഈശ്വര വഴിപാടിലൂടെയും ഒക്കെ തന്നെ നമ്മുടെ ഗ്രഹദോഷങ്ങളാണെങ്കിലും കർമ്മദോഷങ്ങളാണെങ്കിലും ഒക്കെ കുറഞ്ഞു കിട്ടും. അങ്ങനെ അതൊക്കെ കുറയുമ്പോൾ നമുക്ക് നമ്മുടെ കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി സന്തോഷമായി ജീവിക്കാൻ സാധിക്കും. ഇപ്പോൾ കടങ്ങൾ അടച്ചു തീർക്കുന്നതിനാണെങ്കിലും സ്വർണം പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കുന്നതിനൊക്കെ ഒരുപാട് വഴിപാടുകളുണ്ട്. മൈത്രേയ മുഹൂർത്തം, കർത്തവാവ് ദിവസം ചെയ്യുന്ന ഉപ്പുകിഴി, ഇതിലൂടെയൊക്കെ ഒരുപാട് പേർക്കാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് കിട്ടുന്നവയല്ല. എല്ലാ മാസവും ഈ ദിവസം വരുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിന് സക്സസ് ലഭിക്കും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യവും ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടില്ല. ഓരോ വഴിപാടുകൾ ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേക ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അത്രയും ദിവസം നമ്മൾ കറക്റ്റായി തന്നെ ഫോളോ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ചൊവ്വാഴ്ച ചെയ്യുന്ന മുരുക വഴിപാടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ മൺവിളക്കോ അല്ലെങ്കിൽ ബ്രാസിന്റെ ഒരു വിളക്കോ ആണ്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം. ഒരുപാട് പ്രശ്നത്തിലൊക്കെ ആണ് ഇരിക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരവും ചെയ്യാവുന്നതാണ്. അത് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് മാത്രം. ചൊവ്വാഴ്ച മുതൽ അടുത്ത ചൊവ്വാഴ്ച വരെ എന്ന് പറയുമ്പോൾ 8 ദിവസമാണ് ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യേണ്ടത്. ഇനി ഇതിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് ആ ദീപത്തിൽ നമ്മൾ ഒഴിക്കുന്ന എണ്ണയാണ്. ഇവിടെ സാധാരണ നമ്മൾ നല്ലെണ്ണയോ നെയ്യോ ഒക്കെയാണ് മുരുകന് വിളക്ക് കൊളുത്തുമ്പോൾ ഒഴിക്കാറുള്ളത്. എന്നാൽ ഇവിടെ വെളിച്ചെണ്ണയും തേനും ചേർത്താണ് നമ്മൾ ദീപം കൊളുത്തുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിലായിരിക്കണം. അതിന് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ആദ്യം 1 സ്പൂൺ തേൻ ഒഴിക്കുക, അതിനുശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. രണ്ടാമതാണ് നമ്മൾ തേൻ ഒഴിക്കുന്നതെങ്കിൽ നമ്മുടെ തിരി ആ തേനിൽ മുങ്ങിയിട്ട് നല്ലതുപോലെ ആ ദീപം കത്തില്ല. കാരണം അത് പെട്ടെന്ന് അണഞ്ഞു പോകും, തേനാണ് നമ്മുടെ തിരിയിലുള്ളതെങ്കിൽ. അപ്പോൾ ആദ്യം തേൻ ഒഴിക്കുക, അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തിരിയിട്ട് വേണം കൊളുത്തേണ്ടത്. അപ്പോൾ ടൈം പറഞ്ഞു, രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ 6 മണിക്ക് ചെയ്യാവുന്നതാണ്. ഇനി വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചൊവ്വാഴ്ച വെറ്റില ദീപം നമ്മൾ കൊളുത്താറുണ്ട്. അപ്പോൾ ആ വെറ്റില ദീപത്തിൽ സാധാരണ നല്ലെണ്ണയോ നെയ്യോ ആണ് ഒഴിക്കുന്നതെങ്കിൽ അതിന് പകരമായിട്ട് തേനും വെളിച്ചെണ്ണയും ഒഴിച്ചാൽ മതി. അപ്പോൾ ബുധനാഴ്ച വീണ്ടും വെറ്റില ദീപം തന്നെ കൊളുത്തേണ്ട ആവശ്യമില്ല. ആ മൺചിരാത് കഴുകിയെടുത്ത് ഇത് രണ്ടും കൂടി ചേർത്ത് ദീപം കൊളുത്തിയാൽ മതി. നമ്മൾ ദീപം കൊളുത്തി കഴിയുമ്പോൾ ദീപം താനെ അണയും. അണഞ്ഞു കഴിയുമ്പോൾ അവിടെ തേൻ മാത്രം ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 8 ദിവസത്തെയും തേൻ അടുത്ത ദിവസം വീണ്ടും വിളക്ക് കൊളുത്തുമ്പോഴോ അല്ലെങ്കിൽ വിളക്ക് അണഞ്ഞതിന് ശേഷമോ ചെറിയ ഒരു പാത്രത്തിലേക്കോ കുപ്പിയിലേക്കോ മാറ്റി വെക്കുക. അതെന്ത് ചെയ്യണം എന്ന് ഞാൻ ലാസ്റ്റിൽ പറയാം. എന്തിനാണ് നമ്മളിവിടെ തേനും വെളിച്ചെണ്ണയും ചേർത്ത് ദീപം കൊളുത്തുന്നത് എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയാം തേനെന്ന് പറയുന്നത് വളരെയധികം മധുരമുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തേൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കയ്പുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ ജീവിതത്തിൽ മധുരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അതായത് സന്തോഷം ഉണ്ടാകുന്നത് എന്നുള്ളത്. മറ്റൊന്ന്, തേനിനുള്ള മറ്റൊരു കഴിവ് നമ്മുടെ സ്വത്തുക്കളൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ്. സ്വത്തുക്കൾ നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി. ചിലപ്പോൾ സ്വത്തുക്കളൊക്കെ കൊണ്ടുപോയി പണയം വെച്ച് പൈസയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് നഷ്ടപ്പെടുമോ എന്നൊക്കെ പലർക്കും ടെൻഷൻ ഉണ്ടായിരിക്കും. അതുപോലെ മറ്റൊന്ന്, നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി.
കല്യാണം, ജോലി, സമ്പത്ത് ഇതെല്ലാം തന്നെ നമുക്ക് ഈ തേൻ ദീപം കൊളുത്തുന്നത് വഴി ലഭിക്കും. ഇനി നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ കൂടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. നമുക്ക് ആരോഗ്യം നൽകുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മളിവിടെ വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ ഈ രണ്ടും ഒന്നിച്ച് ദീപം കൊളുത്തുമ്പോൾ ആ വീട്ടിലുള്ള കഷ്ടങ്ങൾ മാറിക്കിട്ടുമെന്നുള്ളതാണ്. രാവിലെ കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ചൊവ്വാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ ഒരു ഫിക്സഡ് ടൈം 6 മണിക്ക് കൊളുത്തുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിലെ കൊളുത്താൻ സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലും കൊളുത്താവുന്നതാണ്. രാവിലെ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം സന്ധ്യയ്ക്ക് കൊളുത്താവുന്നതാണ്. അപ്പോൾ സന്ധ്യയ്ക്കാണ് കൊളുത്തുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഇത് കൊളുത്താൻ പാടില്ല. അപ്പോൾ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ രാവിലെ കൊളുത്തി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കോ രാത്രിയോ നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഈ 8 ദിവസവും നോൺ വെജ് കഴിക്കാം. ആദ്യം ദീപം കൊളുത്തി മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി. ഈ ഒരു ദീപം കൊളുത്തി അവിടെ ഇരുന്ന് ചൊല്ലേണ്ട ഒരു മന്ത്രം കൂടിയുണ്ട്. ഓം ശരവണഭവ, ഐം ശരവണഭവ, സൗ ശരവണഭവ, ക്ലീം ശരവണഭവ, ശ്രീം ശരവണഭവ. മൂന്നാമത് സൗ ശരവണഭവ എന്നാണ് ചൊല്ലേണ്ടത്. സൗം എന്നല്ല, ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 നാമങ്ങൾ ഒന്നിച്ചാണ് ചൊല്ലേണ്ടത്. അപ്പൊ അത് 5 നാമങ്ങൾ ഒരു വട്ടം ചൊല്ലി വീണ്ടും 5 നാമങ്ങൾ ഒന്നിച്ചാണ് 27 തവണയാണ് ഏറ്റവും കുറഞ്ഞത് ചൊല്ലേണ്ടത്. ഇനി കൂടുതൽ എന്ന് പറയുമ്പോൾ 108 തവണ ചൊല്ലാവുന്നതാണ്. അത് അവരവരുടെ സമയത്തിനനുസരിച്ചും അവരവരുടെ പ്രോബ്ലത്തിന്റെ ആ ഒരു സീരിയസ്നെസ്സിനനുസരിച്ചും ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ വളരെയധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈശ്വരന്റെ സഹായം എത്രയും പെട്ടെന്ന് വേണം എന്നൊക്കെ നമ്മൾ കരുതുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭമാണെങ്കിൽ 108 തവണ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. രാവിലെയും വൈകുന്നേരവും ഈ ദീപം കൊളുത്തി 8 ദിവസം ചൊല്ലാവുന്നതാണ്. ഈ 8 ദിവസവും നോൺ വെജ് ഒക്കെ ഒഴിവാക്കി ഒരു വ്രതം പോലെ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കരുത് എന്നല്ല, നോൺ വെജ് ഒഴിവാക്കി വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ച് ഒരു വ്രതം പോലെ തന്നെ 8 ദിവസം ഈ ഒരു ദീപം കൊളുത്താം. അതൊക്കെ ഓരോരുത്തരുടെയും പ്രോബ്ലം എന്താണ് അതിനനുസരിച്ച് ചെയ്താൽ മതി. സാധാരണ ഞാൻ പറയാറുണ്ട്, എന്താണോ നമ്മുടെ പ്രാർത്ഥന ഒരേ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന്. ഇവിടെ അങ്ങനെ ഓരോരോ കാര്യങ്ങളായി നമ്മൾ എടുത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അതായത് ഓരോ ആവശ്യങ്ങൾ, ഭഗവാനെ എനിക്കിത് നടത്തി തരണം, എന്റെ ഈ പ്രാർത്ഥന സാധിച്ചു നൽകണം, അങ്ങനെ ഓരോന്നായിട്ട് നമ്പർ ഇട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ ഈ ഒരു ദീപം 8 ദിവസം എന്തിനു വേണ്ടിയാണോ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കൊളുത്തുന്നത് അത് ഭഗവാൻ സാധിച്ചു തരും. അത്രമാത്രം പവർഫുൾ ആണിത്. ഈ ഓരോ നാമങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പവറുമുണ്ട്. ഓം ശരവണഭവ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് സകല കാര്യങ്ങളും സാധിച്ചു കിട്ടും. ഐം ശരവണഭവ ചൊല്ലുമ്പോൾ വാക്ചാതുര്യം ഉണ്ടാകും. സൗ ശരവണഭവ ചൊല്ലുമ്പോൾ നമുക്ക് ആരോഗ്യമാണ് അവിടെ ലഭിക്കുന്നത്. ക്ലീം ശരവണഭവ എന്ന് ചൊല്ലുമ്പോൾ നമുക്ക് ചുറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരും. 5ാമതായിട്ട് ശ്രീം ശരവണഭവ ചൊല്ലുമ്പോൾ നമുക്കറിയാം, ശ്രീം എന്നുള്ളത് മഹാലക്ഷ്മിയുടെ ബീജാക്ഷരമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് നമ്മളെ തേടി വരും. ഇവിടെ ആവശ്യം നമ്മുടെ ഭക്തി മാത്രമാണ്. ശരണാഗതി അടഞ്ഞ് മുരുക ഭഗവാനോട് ഈ ഒരു ദീപം കൊളുത്തി 8 ദിവസം പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ മനസ്സിലുള്ള ആ സങ്കടങ്ങളൊക്കെ തന്നെ ഭഗവാൻ മാറ്റിത്തരും. ഒന്നും ആവശ്യപ്പെടണ്ട എന്ന് പറഞ്ഞിരുന്നാലും എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്ന് കരുതി മറ്റൊന്നും പ്രാർത്ഥിക്കരുത് എന്നല്ല, എല്ലാം ഭഗവാൻ അറിയാം. എന്നിരുന്നാലും ഏതാണോ നമുക്ക് പെട്ടെന്ന് സോൾവ് ആയി കിട്ടേണ്ട കാര്യം അത് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളും നമുക്ക് ലഭിക്കും എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് നമുക്ക് എന്താണ് ഈ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്? സകല കാര്യങ്ങളും നമുക്ക് ഭഗവാൻ സാധിച്ചു നൽകും. നമുക്ക് വാക്ചാതുര്യമുണ്ടാകും, ആരോഗ്യമുണ്ടാകും, നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാവുകയും സമ്പത്ത് നമ്മളെ തേടി വരികയും ചെയ്യും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു വഴിപാടാണിത്. എല്ലാവർക്കും തന്നെ ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്ക് പീരിയഡ്സ് ആവാത്ത ടൈം നോക്കി വേണം ചെയ്യേണ്ടത്. കാരണം 8 ദിവസം മാത്രമാണിത് കൊളുത്തുന്നത്. അപ്പോൾ
പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞ് ശുദ്ധമായതിനു ശേഷം മാത്രം തുടങ്ങുക. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് പീരിയഡ്സ് ആകും എന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രം തുടങ്ങുക. ട്യൂസ്ഡേ ആണ് തുടങ്ങേണ്ടത്. ട്യൂസ്ഡേ വരെയാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും വിളക്ക് അണഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ച ആ തേൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ തേൻ എടുത്ത് ഒരു പാത്രത്തിലോ ഒരു കുപ്പിയിലോ അടച്ചു വെക്കുക. 8 ദിവസത്തെയും തേൻ ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് അതിലേക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് കിളികൾക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ കിളികളില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ബോളാക്കി പശുവിന് കൊടുക്കാം. മീനുള്ള കുളങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടാവുന്നതാണ്. അതുമല്ല, ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഉറുമ്പുള്ള വലിയ മരത്തിന്റെ വലിയ ആൽമര ചുവട്ടിലൊക്കെ ഉറുമ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അവിടെ കൊണ്ടുപോയി ഈ തേനും മാവും കൂടി മിക്സ് ചെയ്തത് ഇടാവുന്നതാണ്. നമ്മൾ ഈ ജീവികൾക്ക് ഭക്ഷണം നൽകുന്നത് വഴി നമ്മുടെ കർമ്മദോഷങ്ങൾ അവിടെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.